വേടൻ എന്ന പേര് തന്നെ വ്യാജം. വേടന്റെ പട്ടിക്കിട്ടിരിക്കുന്ന പേര് ബുദ്ധ എന്നാണ്. വേടന് പിന്നിൽ ജിഹാദികൾ. RSSന്റെ കേസരി വാരികയുടെ പത്രാധിപർ നമ്മുടെ ശ്രീ NR മധുജിയുടെയാണ് ഈ നിലപാടുകൾ. ആ നിലപാടിനെ നമ്മൾ വളരെ ബഹുമാനപുരസരം പരിശോധിക്കുകയും അതിന്റെ തെറ്റുകളും കള്ളത്തരങ്ങളും ചൂണ്ടിക്കാട്ടുകയും ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ നിലപാട് എന്തായാലും ആദ്യം ഒന്ന് കേൾക്കാം. നമ്മുടെ മധുജിയുടെ NR മധു വ്യക്തിപരമായിട്ട് അറിയുന്ന ആളാണ്. ഞാൻ അദ്ദേഹം 1-2 വേദികൾ പങ്കിട്ടിട്ടുണ്ട്, എവിടേക്കോ ചർച്ചകൾക്കോ കാര്യങ്ങൾക്കോ ഒക്കെ കണ്ടിട്ടുണ്ട്. വേടൻ എന്ന പേര് തന്നെ വ്യാജമാണ്. വേടന്റെ പിന്നിൽ ജിഹാദികളാണ്. കേസരി വാരിക പത്രാധിപർ NR മധു. വേടന്റെ പട്ടിക്കിട്ടിരിക്കുന്ന പേര് ബുദ്ധൻ എന്നാണ്. നമ്മുടെ നാട്ടിലെ ചിലർക്ക് പട്ടി ഹറാമാണ്. മുസ്ലിങ്ങൾക്ക് ഈ ചിലർ എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും അപരനെ പറയുകയാണെങ്കിൽ അത് മുസ്ലിമിനെയാണ് നമ്മുടെ മധുജി അടക്കമുള്ള നമ്മുടെ ഹിന്ദുത്വവാദികൾ ഉദ്ദേശിക്കുന്നത്. പട്ടിക്ക് ബുദ്ധന്റെ പേരിടുന്നതിലൂടെ ഹറാംവാദികളുടെ പ്രീതി പിടിച്ചു പറ്റാനാണ് ശ്രമം. അതായത് സോറി എന്താ അറിയാമോ, അല്ല ചിരിച്ചു എന്താ അറിയാമോ, വേടന് ചിലപ്പോ ബുദ്ധനയുടെ താല്പര്യം തോന്നിക്കാണും, ബുദ്ധിസ്റ്റ് കാര്യങ്ങളോട് താല്പര്യം തോന്നിക്കാണും. പട്ടിയെ വളരെ സ്നേഹത്തിന്റെ, അല്ലെങ്കിൽ നമ്മുടെ നായയെ വളർത്തുമ്പോൾ വളരെ സ്നേഹത്തിന്റെ പ്രതീകമായിട്ടാണ് വളർത്തുന്നത്. അത് മുസ്ലിങ്ങളുടെ പ്രീതി പിടിച്ചു പറ്റാനാണ് വേടൻ പട്ടിക്ക് ബുദ്ധന്റെ പേരിടുന്നൊക്കെ ചിന്തിച്ചാൽ ബുദ്ധൻ പോലും ക്ഷമിക്കില്ല. ക്ഷമയുടെ മൂർത്തിയായ ബുദ്ധൻ പോലും ക്ഷമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പോട്ടെ, ഇനി സീരിയസ് ആയിട്ട്. വേടൻ എന്ന പേര് തന്നെ വ്യാജമാണെന്നും അവന്റെ പിന്നിൽ ജിഹാദികളാണെന്നും RSS മുഖമാസികയായ കേസരിയുടെ മുഖ്യപത്രാധിപർ NR മധു. അദ്ദേഹത്തിന്റെ പാട്ടുകൾ തന്നെയാണ് ഇതിനൊക്കെ തെളിവെന്നും വേടന്റെ പാട്ടുകൾ പരിശോധിച്ചാൽ അയാൾ ഒരിക്കലും ഇവിടുത്തെ ദളിത് പിന്നോക്കക്കാരന്റെ വക്താവല്ലെന്നും NR മധു ആരോപിക്കുന്നു. ജനൻ TVക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറയുന്നത്. അടുത്തത്, കേരളത്തിൽ ഹിന്ദുവായി ജീവിക്കുന്നത് എത്രത്തോളം അപകടമാണെന്ന് തെളിയിക്കുന്നതാണ് വേടന്റെ പരാമർശത്തിലെ തനിക്കെതിരായ കേസ്. എന്റെ മധുജി വേടനെ മോശം പറഞ്ഞതിനും വേടന്റെ കാര്യങ്ങൾ പറഞ്ഞതിനും മധുജിക്കെതിരെ കേസെടുത്തതിന് കേരളത്തിൽ ഹിന്ദുവായി ജീവിക്കുന്നതിന് എന്ത് അപകടമാണുള്ളത്? കേരളത്തിൽ ഹിന്ദുവായി ജീവിക്കുന്നതും വേടൻ തന്നെ ഹിന്ദു അല്ലേ? വേടൻ തന്നെ എത്രയോ അമ്പലങ്ങളിൽ പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാലേ ഇത് ഒരു ഗുമ്മിന് വേണ്ടി അടിക്കുകയാണ്. അതായത് ഈ ഒരു ഡയലോഗിനും ഗുമ്മിനും വേണ്ടി അടിക്കുകയാണ്. ഞാൻ വേടന്റെ യഥാർത്ഥ പേര് നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പേര് കൂടെയാണ്. ഹിരൺദാസ് മുരളി എന്നാണ് വേടന്റെ യഥാർത്ഥ പേര്. ഹിന്ദുവായി ജീവിക്കുന്നത് എത്രത്തോളം അപകടകരമാണ് എന്ന് തെളിയിക്കുന്നതാണ് വേടന്റെ പരാമർശത്തിൽ നമ്മുടെ മധുജിക്കെതിരെയുള്ള കേസെന്നാണ് മധുജി അവകാശപ്പെടുന്നത്. വേടൻ എന്ന പേര് തന്നെ വ്യാജമാണ്. വേടൻ സമുദായം മഹത്തരമായ പാരമ്പര്യമുള്ളതാണ്. അയാൾ വേടൻ സമുദായത്തിൽപ്പെട്ട ആളല്ല. വേടൻ എന്ന പേര് ഇവിടെ ദുരുപയോഗം ചെയ്യുകയാണ്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന അച്ചടക്കമില്ലാത്ത വ്യക്തി വേടൻ എന്ന അച്ചടക്കമില്ലാത്ത വ്യക്തി ആയ നമ്മുടെ ഈ ഹിരൺദാസ് മുരളി വേടൻ എന്ന ഗോത്ര സമൂഹത്തെ അപമാനിക്കുകയാണ്. ഇത്തരം ആളുകളെ ഭരണകൂടം തന്നെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. വേടൻ എന്ന കലാകാരന് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം ഈ നാടിന്റെ സംസ്കാരത്തിനും ദേശീയ സുരക്ഷിതത്തിനും അനുഗുണമാകണം. ആ ദേശീയ സുരക്ഷിതം ആര് നിർണയിക്കും, ആര് തീരുമാനിക്കും? നമ്മളെ മധുജി തീരുമാനിക്കും. വേടന്റെ പാട്ടുകൾ പരിശോധിച്ചാൽ അയാൾ ഒരിക്കലും ഇവിടുത്തെ ദളിത് പിന്നോക്കക്കാരന്റെ വക്താവല്ല. ലോകത്തുള്ള അടിച്ചമർത്തപ്പെട്ടവരുടെ പാട്ടുകളൊക്കെ വേടൻ പാടുന്നുണ്ട്. സിറിയെ നിൻ മാറിലെ മുറിവ്, കൊറിയ നിൻ മീതെ കഴുകന്മാർ, ലങ്കയിൽ ദാഹം മാറാത്ത പുലികൾ അലയുന്നു. ഇങ്ങനെയൊക്കെയാണ് ആ വരികൾ. വേടന്റെ ഒറിജിനൽ ശ്രീലങ്കൻ വനിതയാണ്. എന്താണ് ആ സ്റ്റേറ്റ്മെന്റ്? വേടൻ ചിലപ്പോൾ, അതായത് വേടന്റെ അമ്മ ഒരുമായി ബന്ധമുള്ളതാണെന്ന് മുമ്പ് ഒരു പോലീസുകാരൻ പറഞ്ഞിരുന്നു. വേടൻ ഒറിജിനൽ ശ്രീലങ്കൻ വനിതയാണ്. വേടൻ പാടുന്ന ഈ പുലികൾ LTT-കാരാണ്. അവരെ മഹത്വവൽക്കരിക്കുകയാണ്. അവരുടെ ദാഹം മാറിയിട്ടില്ലെന്ന് പറഞ്ഞാൽ പരോക്ഷമായി ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കലാണ്. ആളുകൂടുന്നു എന്നതുകൊണ്ട് ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന അംഗീകരിക്കാനാവില്ല. മറ്റൊന്ന്, സോമാലിയൻ ബാല്യങ്ങൾ കുടിനീര് തേടി അലയുന്നു എന്നാണ്. എന്തിന് സോമാലിയ വരെ പോകണം? ദളിതന്റെയും പിന്നോക്കക്കാരന്റെയും ദുര്യോഗം അറിയണമെങ്കിൽ വയനാട്ടിലേക്ക് പോയാൽ മതി. അവർക്ക് കുടിനീരില്ല, അതൊന്നും പാടുന്നില്ല. വേടന്റെ പട്ടിക്കിട്ടിരിക്കുന്ന പേര് ബുദ്ധൻ എന്നാണ്. നമ്മുടെ നാട്ടിലെ ചിലർക്ക് പട്ടി ഹറാമാണ്. പട്ടിക്ക് ബുദ്ധന്റെ പേരിടുന്നതിലൂടെ ഈ ഹറാംവാദികളുടെ പ്രീതി പിടിച്ചു പറ്റാനാണ് വേടൻ ശ്രമിക്കുന്നത്. എന്റെ മധുജി, എന്റെ മധുചേട്ട, എന്തൊക്കെയാണ് നിങ്ങൾ പറയണത്? അതായത് വേടൻ പട്ടിക്ക് പേരിടുന്നതിന് മുമ്പ് മുസ്ലിങ്ങൾ ഈ പട്ടിക്ക് ബുദ്ധന്റെ പേരിട്ടാൽ അതിൽ സന്തോഷിക്കുമെന്ന് ചിന്തിക്കുമെന്നാണോ കരുതുന്നത്? എന്ത് കോംപ്ലക്സ് ആയിട്ടാണ് അങ്ങ് ചിന്തിക്കുന്നത്? ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? അതായത് വേടൻ സ്വന്തം പട്ടിക്ക്, വേടൻ ഇഷ്ടമുള്ള പട്ടിയായിരിക്കും, വേടൻ കല്യാണം കഴിച്ചിട്ടുണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പം വേടൻ വളരെ അഫെക്ഷനേറ്റ് ആയിട്ട് വേടന് താല്പര്യമുള്ള ബുദ്ധിസവും മറ്റും ഉള്ളെങ്കിൽ വേടന് അതിന് പട്ടിക്ക് പേരിട്ടത് കൊണ്ട് അത് മുസ്ലിങ്ങളുടെ പ്രീതി പിടിച്ചു പറ്റാനാണ്. ദളിത് പശ്ചാത്തലം ഉപയോഗിച്ചുകൊണ്ട് വേടൻ നടത്തുന്ന പരിശ്രമങ്ങൾ ഹിന്ദു സമൂഹത്തിൽ ഉണ്ടാകുന്ന ജാതി അതീതമായ ഐക്യത്തെ അട്ടിമറിക്കാനാണ്. ആ ജാതി അതീതമായ ഐക്യം കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് മുസ്ലിം വിരോധത്തിന്റെ പേരുള്ള ഹിന്ദുത്വം. അത് വേണ്ട, എല്ലാ ജാതികളും ഒരുമിച്ച് നമ്മൾ ഹിന്ദുവും വേണം, അതോടൊപ്പം മുസ്ലിമും ക്രിസ്ത്യനും വേണമെന്ന് പറയുന്നതാണ് ഗാന്ധിവാദം.
മധുജി പറയുന്നത് ഹിന്ദുത്വമാണ്, മഹാത്മാഗാന്ധി പറയുന്നത് ഗാന്ധിജിയെ അല്ലെങ്കിൽ ഹിന്ദുക്കളെ യോജിപ്പിക്കണം, മുസ്ലിങ്ങളെ യോജിപ്പിക്കണം, ക്രിസ്ത്യാനികളെ യോജിപ്പിക്കണം, അല്ലെങ്കിൽ വിശ്വാസികളെ അവിശ്വാസികളെ യോജിപ്പിക്കണം എന്ന ലൈനാണ്. അതുകൊണ്ട് മധുജിയുടെ ലൈൻ തെറ്റും ഗാന്ധിയൻ ലൈൻ, ഞാനൊക്കെ പറയുന്ന ലൈൻ ശരിയുമാണ്. ഓർത്തു വെച്ചോണേ. ഇവിടെ ബോധപൂർവമായ മുസ്ലിം ദളിത് ഐക്യവാദം ഉയർത്തുന്നുണ്ട്. ഇത് രാജ്യത്തെ ശിഥിലീകരിക്കാൻ വേണ്ടി രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന പിന്നോക്ക വിഭാഗങ്ങളെ മുസ്ലിം വിഭാഗങ്ങളിലേക്ക് ചേർക്കാനാണ്. അതിന്റെ വക്താവാണ് വേടൻ എന്ന് സംശയിക്കുന്നു. വേടൻ എന്ന കലാകാരൻ ഉയർത്തുന്ന സാഹിത്യവും അയാളുടെ ശരീരഭാഷ മുഴുവൻ ഇവിടുത്തെ ദളിതർക്ക് വേണ്ടിയല്ല. അയാൾ ആരുടെയോ കയ്യിലെ ചട്ടുകമാണ്. നമ്മുടെ ഹിന്ദുത്വവാദികളുടെ സ്ഥിരം നമ്പറാണ്. ആരുടെയോ കയ്യിലെ ചട്ടുകമാണ് അയാൾ, അത് ജിഹാദികളാണ്. ഇങ്ങനെയാണ് മധുജി ഇത് പറയുമ്പോൾ വളരെ കൗതുകമുള്ളൊരു കാര്യമുണ്ട്. അപ്പൊ ഈ ജിഹാദ് എന്താണ് അതൊന്ന് അറിഞ്ഞിരിക്കണം. ആ ജിഹാദിനെ കുറിച്ച് വേറെ ആരും പറഞ്ഞതല്ല, അത് ആരാ പറഞ്ഞതെന്നുള്ളത് വളരെ വളരെ സിഗ്നിഫിക്കന്റ് ആയ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത്. ഇത് സാക്ഷാൽ MJ അക്ബർ. MJ അക്ബർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നരേന്ദ്രമോദിജിയുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളിൽ ഒന്നാണ്. MJ അക്ബറിന് ഇപ്പോൾ ഒരു വലിയ പ്രത്യേകതയും കൂടുണ്ട്. MJ അക്ബർ നമ്മുടെ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ എക്സ്റ്റേണൽ അഫയേഴ്സ് ആയിരുന്നു. മോദിജിയുടെ മന്ത്രിസഭയിൽ 2 വർഷം മന്ത്രിയായിരുന്നതാണ്. ചില ആരോപണങ്ങൾ, വ്യാജ ആരോപണങ്ങളായിരിക്കാം, മറ്റേ ഫേക്ക് മീറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് അദ്ദേഹം രാജിവെക്കേണ്ടി വന്നത്. അതായത് ഇന്ന് നമ്മുടെ മോദിജിയുടെ ടീമിലേക്ക്, വിദേശ രാജ്യങ്ങളിലേക്ക് പരിഗണന നടത്തുന്ന ടീമിലേക്ക് MJ അക്ബർ ഇൻക്ലൂഡഡ് ആണ്. MJ അക്ബർ BJP രാഷ്ട്രീയക്കാരനാണ്, BJP പൊളിറ്റീഷ്യനാണ്. മോദിജിയുടെ മൾട്ടി പാർട്ടി ഡെലിഗേഷന്റെ ഭാഗമായി യൂറോപ്യൻ നേഷൻസിലടക്കം പോകുന്നതിന്റെ ഭാഗമായിട്ട് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരിൽ ഒരാള് നമ്മുടെ MJ അക്ബറാണ്. അദ്ദേഹം പോകുന്നത് BJP ലീഡറായ രവിശങ്കർ പ്രസാദ് അടക്കമുള്ളവരുടെ ടീമിലാണ് നമ്മുടെ MJ അക്ബർ പോകുന്നത്. UK, ഇറ്റലി, ജർമ്മനി, ഫ്രാൻസ്, യൂറോപ്യൻ യൂണിയൻ, ഡെൻമാർക്ക് എന്ന സ്ഥലങ്ങളിലേക്കാണ് അദ്ദേഹം കൊണ്ടുപോകുന്നത്. അപ്പം വളരെ പ്രാധാന്യമുള്ള ഇസ്ലാമിക ലോകത്തെ കുറിച്ചൊക്കെ വളരെ ആഴത്തിൽ പഠിക്കുന്ന ഒരു പണ്ഡിതനും ബ്രില്യൻ്റായ ജേർണലിസ്റ്റും ഒക്കെയാണ്. ഇത് 2016 അദ്ദേഹം മോദി മന്ത്രിസഭയിൽ മന്ത്രിയായത്. ഇത് ആ മന്ത്രിയാകുന്ന കാലഘട്ടത്തിൽ, അതിന് ഏകദേശം 1-2 മാസം മുമ്പ് ഇദ്ദേഹം എഴുതിയതാണ്. അന്ന് ഇത് വളരെ വൈറലായി പോയൊരു കാര്യമാണ്. ഇതിന്റെ ഒക്കെ കൂടി സ്വാധീനം കൊണ്ടായിരിക്കണം നമ്മുടെ മോദിജി ഇദ്ദേഹത്തെ മിനിസ്റ്ററായിട്ട് എടുക്കുകയുണ്ടായി. എന്താ ആർട്ടിക്കിൾ എന്നറിയാം, അത് വായിച്ചു തന്നെ പോണം. ദൂരം കാണാമോ? വായിച്ചുതരാം. ഗാന്ധിജി became the first non-Muslim to lead a jihad. ലോക ചരിത്രത്തിൽ, അത് വായിക്കുമ്പോൾ അറിയാം, ലോക ചരിത്രത്തിൽ ജിഹാദ് നയിക്കുന്ന ആദ്യ അമുസ്ലിമായി മാറിയത് മഹാത്മാഗാന്ധിയാണ് എന്ന് BJP ലീഡറായ MJ അക്ബർ ആണ് അത് എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഈ സ്പീച്ചും അദ്ദേഹത്തിന്റെ എഴുത്തുമെല്ലാം 10th RN കാവോ മെമ്മോറിയൽ ലെക്ചറിന്റെ ഭാഗവുമാണ്. എല്ലാവരും ഒന്ന് വായിച്ചിരിക്കേണ്ടതാണ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് മുസ്ലിം ലോകത്ത് സംഭവിക്കുന്ന മാറ്റങ്ങളും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഫൈറ്റും, അതിൽ മഹാത്മാഗാന്ധി എങ്ങനെയാണ് ഹിന്ദുക്കളെ മുസ്ലിങ്ങളെ യോജിപ്പിച്ചത്, ആ ഹിന്ദുക്കളെ മുസ്ലിങ്ങളെ യോജിപ്പിച്ച് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാടുകയും ആ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാടുമ്പോൾ മതസൗഹാർദ്ദത്തോട് ആൾക്കാരെ ഒരുമിപ്പിച്ചതും, അതോടൊപ്പം ആ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെയുള്ള ജിഹാദായി മാറുകയും ആ ജിഹാദിന്റെ നായകൻ മുസ്ലിം മതവിശ്വാസി അല്ലാത്ത ഹിന്ദുവായ ശ്രീരാമഭക്തനായ സർവമത നന്മയും ഉൾക്കൊണ്ട മഹാത്മാഗാന്ധിയാണ്. അതാണ് ഇന്ത്യയുടെ ലൈൻ. ആലോചിച്ച് നോക്കുക, മോദിജിയുടെ മന്ത്രിയായ പ്രമുഖനായ മുസ്ലിം സ്കോളർ, പണ്ഡിതൻ, ജേർണലിസ്റ്റ് MJ അക്ബർ പറയുന്നത് ലോക ചരിത്രത്തിലെ ആദ്യ അമുസ്ലിം ജിഹാദി മഹാത്മാഗാന്ധി എന്നാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിലെ പല പ്രമുഖരായ ക്രിസ്ത്യൻ പ്രഭാഷകരും പറയുന്നത് യേശുക്രിസ്തു കുരിശിൽ കയറിയതിനു ശേഷം ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ട്രാജഡിയാണ് മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്നത്, അല്ലെങ്കിൽ ഗോഡ്സെ വെടിവെച്ച് കൊന്നത് മഹാത്മാഗാന്ധിയുടെ മരണമെന്നാണ്. ഹിന്ദു ആകട്ടെ, മുസ്ലിം ആകട്ടെ, ക്രിസ്ത്യൻ ആകട്ടെ, അതിൻ്റെ എല്ലാ നന്മകളും ഉൾക്കൊണ്ട് ഒരു ഇന്ത്യൻനെസ്, ലോകത്തിന് വേണ്ടി ഒരു ഇന്ത്യൻനെസ്, അല്ലെങ്കിൽ ഭാരതീയത, ഇന്ത്യൻനെസ്, ഹിന്ദുസ്ഥാനിയത്ത്, എന്ത് പേര് വിളിച്ചാലും കുഴപ്പമില്ല, ഈ പേരിൽ തട്ടി നമ്മൾ നിൽക്കണ്ട. ആ വിശ്വമാനവികതയെന്നോ ഭാരത സംസ്കാരമെന്നോ ഇന്ത്യൻനെസ് എന്നോ അത് ഉയർത്തിപ്പിടിച്ച മഹാത്മാഗാന്ധിയാണ് ആദ്യ അമുസ്ലിം ജിഹാദി എന്ന MJ അക്ബറിന്റെ വാക്കുകളെ ഓർത്തുകൊണ്ടാണ് എനിക്ക് മധുജിയോട് പറയാനുള്ളത്. എന്റെ മധുജി, ഈ കാണുന്നവർക്കെല്ലാം ഈ ജിഹാദി ചാപ്പ കുത്തി കൊടുക്കരുത്. ഇസ്ലാം സമൂഹത്തിനിടയിൽ തീവ്രവാദമുണ്ട്. അതിനെ വിളിക്കേണ്ട പേര് ഇസ്ലാമിസ്റ്റ് തീവ്രവാദം. ഹിന്ദു സമൂഹത്തിനിടയിൽ തീവ്രവാദമുണ്ട്. അതിനെ വിളിക്കേണ്ടത് തീവ്ര ഹിന്ദുത്വവാദം അല്ലെങ്കിൽ ഹിന്ദുത്വ തീവ്രവാദം. അതാണ് ഗോഡ്സെയൊക്കെ. ഇതേപോലെ ക്രിസ്ത്യൻ സമൂഹത്തിൽ തീവ്ര സ്വരക്കാരുണ്ട്. അവരെ വിളിക്കുന്ന പേരാണ് കൺവേർഷനിസ്റ്റ് അല്ലെങ്കിൽ എക്സ്ട്രീം കൺവേർഷനിസ്റ്റ്. അതായത് ബാക്കി എല്ലാവരെയും മതപരിവർത്തനം ചെയ്തേ പറ്റൂ എന്നുള്ളത്. ഏറ്റവും നല്ല ക്രിസ്തുമാർഗി ആരാണ്? അതായത് യേശുക്രിസ്തുവിന്റെ മാർഗം പിന്തുടരുന്നവരാണല്ലോ ക്രിസ്ത്യാനി. ഏറ്റവും നല്ല ക്രിസ്ത്യാനി ശ്രീരാമഭക്തനായ നമ്മുടെ നാട്ടിൽ ജനിച്ച നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയാണ്. പറയുന്നത് നമ്മളാരുമല്ല, കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിസ്തീയ പ്രവാചകരടക്കം പറയുന്നത് യേശുക്രിസ്തുവിന്റെ മാർഗം ലോകത്തിന് കാണിച്ചു കൊടുത്തത് മഹാത്മാഗാന്ധിയാണെന്നാണ് പറയുന്നത്. വിദേശികളായ ക്രിസ്ത്യൻ പ്രീച്ചേഴ്സാണ്.
അപ്പൊ അവിടെയാണ് നമുക്ക് ആ ലൈൻ ഉണ്ട്. അവിടെ ഈ ഹിന്ദുത്വം എന്ന സാധനം വേണ്ട. നമുക്ക് ഈ ഹിന്ദുത്വം നമുക്ക് ദോഷം ചെയ്യുകയുള്ളൂ. പകരം നമുക്ക് വേണ്ടത് ഒരു ഭാരതീയതയോ ഹൈന്ദവികതയോ അല്ലെങ്കിൽ സംസ്കാരവോ ഒക്കെയാണ്. അപ്പോൾ അതിലേക്ക് നമ്മുടെ മധുജി തിരിച്ചു വരണം. ഈ വേടനെ ഒക്കെ വേട്ടയാടുന്ന പരിപാടി നിർത്തണം. അദ്ദേഹത്തിനെതിരെ കേസും മറ്റുമുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ ഇതല്ല അങ്ങ് എടുക്കേണ്ട ലൈൻ. അങ്ങേ പോലെ മുതിർന്ന ഒരാൾ ഈ തീവ്ര ഹിന്ദുത്വത്തിന്റെ പാതയിലോട്ട് നമ്മൾ കൊണ്ടുപോകരുത്. പകരം എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന ഇന്ത്യൻനെസ്, മഹാത്മാഗാന്ധിയുടെ പാതയിൽ എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന ആ മഹാത്മാഗാന്ധിയുടെ പാതയിലേക്ക് മധുജി തിരിച്ചു വരട്ടെ. എല്ലാവിധ ആശംസകളും നേരും.